ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് സീക്വൻസ് ഫില്ലിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ട്രയാങ്കിൾ ഡിസൈനിൽ എങ്ങനെയാണ് ഫില്ലിംഗ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യും പോലെ ഞാനിപ്പോൾ ഒരു കോർണർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 2 ടൈപ്പ് സീക്വൻസ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള നീഡിൽ സീക്വൻസ് ലോഡ് ചെയ്തിട്ട് ചെയ്യുന്ന ടൈപ്പാണ് ഞാനിപ്പോൾ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ലൂപ്പിലേക്ക് ഇങ്ങനെ ഓരോരോ സീക്വൻസിനെയും ഇറക്കി കൊടുക്കുക. അടുത്തടുത്തായിട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നന്നായിട്ട് അടുത്തടുത്തായിട്ട് നമ്മളിങ്ങനെ ചെയിനിട്ട് കൊടുക്കുക. ഓരോരോ സീക്വൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് സീക്വൻസ് നീഡിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ സീക്വൻസ് ഇട്ടിട്ട് കാണിക്കുന്നത്. നന്നായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കുക. ഓരോ സീക്വൻസും ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ള ആ ലൈനിലൂടെയാണ് നമ്മൾ ഓരോ ചെയിനിനെയും കുത്തിയെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ലൈനിലൂടെ തന്നെ നമ്മൾ ഓരോരോ ലൂപ്പിലും ഓരോരോ സീക്വൻസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ ചെയിനിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഒരു കോർണർ എത്താനായിട്ടുണ്ട്. അപ്പോൾ കോർണർ എത്താനാകുമ്പോൾ നമ്മൾ നോർമലി ചെയ്യും പോലെ കോർണറിൽ ലോക്ക് ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് എവിടേക്കാണോ ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ലാസ്റ്റിലിടുന്ന ഈ ഒരു സീക്വൻസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഈ സൈഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് കറക്റ്റിൽ സീക്വൻസിനെ വെച്ചിട്ട് ആ ഡയറക്ഷന് കണക്കാക്കിയിട്ടുള്ള ഒരു ചെയിന് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ചെയിൻ ചെയ്തിട്ട് ഓരോ സീക്വൻസും ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് ആ ഒരു ലൈനിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഓരോരോ സീക്വൻസിനെയും ലൂപ്പിലേക്ക് ഇറക്കി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തു പോവുക. നമ്മൾ ഓരോ കോർണർ എത്തുന്ന ടൈമിൽ നമുക്ക് ഇനി പോകേണ്ട ഡയറക്ഷനിലേക്ക് നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചെയിൻ ലോക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒരു ഗ്യാപ്പില്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മളൊരു കോർണർ എത്താനായിട്ടുണ്ട്. അപ്പോൾ ആ കോർണറിലുള്ള ചെയിൻ നമുക്കൊന്ന് എടുത്ത് കൊടുക്കാം. ഈ കോർണറിലുള്ള ഒരു സീക്വൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായി പോകും. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസും കൂടി ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു സീക്വൻസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു സീക്വൻസ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകേണ്ടതുകൊണ്ട് ഈ ഒരു ലൈനിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയിൻ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെയും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യും പോലെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും
ഒരു സീക്വൻസിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറക്കി നീക്കിയതിന് ശേഷം തൊട്ടടുത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു ചെയിൻ എടുക്കുക. അപ്പോൾ ഒരു ഗ്യാപ്പും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സീക്വൻസും കൂടെ അവിടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്നിങ്ങനെ നീക്കിയിട്ട്, അതായത് നമ്മൾ ഈ ലൂപ്പിനെ ഒന്ന് വലിച്ച് വെക്കുക. വലിച്ച് വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സീക്വൻസിൻ്റെ അടിയിലേക്കൊന്ന് ഈ ഒരു സീക്വൻസിനെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് അമർത്തിയിട്ട് അവിടേക്ക് കയറ്റി കൊടുക്കുക. വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. നമ്മൾ ഈ കോർണർ ഏരിയയിലൊക്കെ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ സീക്വൻസിൻ്റെ അടിയിലേക്ക് ഒന്ന് നീഡിലുകൊണ്ട് ആക്കി കൊടുത്താൽ മതി. സെയിം കളർ ത്രെഡ് കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ത്രെഡിൻ്റെത് കാണുന്നുണ്ടെങ്കിൽ അതത്ര അറിയില്ല. സീക്വൻസിൻ്റെ അതേ കളർ ത്രെഡ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതത്ര അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ വീണ്ടും ഉള്ളിലുള്ള വീണ്ടും ഒരു കോർണർ എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വീണ്ടും ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും ഓരോരോ ചെയിനായിട്ട് എടുത്ത് വരിക. നമ്മൾ എല്ലായിടത്തും ഒന്നും ചെയിൻ ലോക്ക് ഇടേണ്ട ഒരു ആവശ്യവും സീക്വൻസ് വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. അങ്ങനെ ഗ്യാപ്പില്ലാതെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്ത് അടുത്തൊരു കോർണർ ഏരിയ എത്തിയിട്ടുണ്ട്. ആ കോർണർ ഏരിയ എത്തുന്ന അവിടുന്ന് നമ്മൾ വീണ്ടും ആ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ നോക്കിയതിന് ശേഷം നമ്മളവിടെ സീക്വൻസും കൂടി ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സീക്വൻസും കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഈ കോർണർ എത്തിയിട്ടുണ്ട്. ആ കോർണറിൽ നിന്ന് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിൽ കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ചെയിനൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വലിച്ച് പിടിച്ചതിന് ശേഷം കോർണറിൽ വേണമെങ്കിൽ നമുക്ക് സീക്വൻസിനെ ഒന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒന്നിങ്ങനെ പൊക്കിയിട്ടാക്കി കൊടുത്താൽ അത് നന്നായിട്ട് അവിടെ ഒന്ന് ഫിക്സ് ആയിട്ട് നിന്നോളും. അല്ലെങ്കിൽ ഇങ്ങനെ അവിടുന്ന് ഒരു കോർണറിൽ നിന്ന് ഇളകി കളിക്കും. ആ ഇളക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാം. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെ ഓരോരോ സീക്വൻസ് ആയിട്ട് അടുത്ത കോർണർ വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടിടുക. അപ്പോഴേ നമുക്ക് നല്ല ഫില്ലായിട്ടിത് കാണാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ വീണ്ടും അടുത്ത കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് പോകേണ്ടത് സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു പൊങ്ങി വരുന്നത് പോലെ കാണുന്നുണ്ടല്ലോ, ആ പൊങ്ങൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സീക്വൻസും കൂടി ഇട്ടിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവിടെ ഒന്ന് അമ്പിക്കോളും. ഇനി അങ്ങനെ അമ്പുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുത്താൽ മതി. അങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ ഒരിളക്കമില്ലാതെ അതവിടെ ഫിക്സായിട്ട് നിന്നോളും. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഇത് ഓൾമോസ്റ്റ് ഫില്ലാവാറായി.
ഏകദേശം നമ്മളെ സീക്വൻസ് ഫില്ലായി വരുന്നുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്ററിൽ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു സ്പേസ് ഇട്ടിട്ട് അവിടുന്ന് ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ചെയിൻ ലോക്കും എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലൂടെ പിടിച്ച് വെക്കുക, നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് വലിച്ചിട്ട് നമ്മൾ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇപ്പോൾ ഈ സീക്വൻസ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന ത്രെഡിനെ ഒന്ന് നമ്മൾ ഉള്ളിലൂടെ ഒന്ന് പിടിച്ചിട്ട് താഴ്ത്തി കൊടുത്താൽ മതി. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ഫില്ലിങ് ചെയ്യുന്നത്. ഓക്കെ.